ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിലെ ദുർവിചാരങ്ങളാണ് ആത്മവിചാരത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത്. അതിനാൽ നല്ല വിചാരങ്ങളെ കൊണ്ട് മനസ്സ് ശുദ്ധമായാൽ മാത്രമേ ആത്മതത്വം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രമാചാര്യനും കൂടി സംസ്കരിക്കാത്ത ബുദ്ധിയിൽ ബ്രഹ്മാത്മാനുഭവം തെളിയാറില്ലൊരിക്കലും. ഈശ്വരാനുഭവം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുക തന്നെ വേണം. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് ശാസ്ത്രപാരായണം, ആദ്യം ശ്രവണമാണ് വേണ്ടത്. അതങ്ങനെയൊക്കെ ശാസ്ത്രമാചാര്യനും കൂടി. ശാസ്ത്രം സ്വജീവിതത്തിൽ പകർത്തിയവരാണ് ആചാര്യന്മാർ. അതുപോലെ നാം ശാസ്ത്രപാരായണം, ശാസ്ത്രങ്ങൾ പഠിക്കുക, അത് ഗ്രഹിക്കുക, അത് അത്യാവശ്യമായ കാര്യമാണ്. സദ്ഗ്രന്ഥ പാരായണം, എപ്പോഴും നമുക്ക് വേണ്ടത് പറഞ്ഞു തരാൻ ഗുരു സമീപത്തുണ്ടാവണമെന്നില്ല. അതിനാൽ സദ്ഗ്രന്ഥ പാരായണം സദ്ഗുരുവിനെ പോലെ തന്നെയാണ്. നല്ല ഗ്രന്ഥങ്ങൾ, ഭാഗവതം, രാമായണം, അതുപോലെ ഭഗവത്ഗീത, ഉപനിഷത്തുക്കൾ മുതലായ ശാസ്ത്രങ്ങൾ നമ്മൾ ആദ്യം ഗുരുമുഖത്ത് നിന്ന് കേൾക്കുകയും പിന്നീട് അവ സ്വയം വായിച്ചും മനനം ചെയ്തും ഉറപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ശാസ്ത്രവും ആചാര്യനും കൂടി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ, ശാസ്ത്രമാചാര്യനും കൂടി സംസ്കരിക്കാത്ത ബുദ്ധിയിൽ, അങ്ങനെ ബുദ്ധിയിലുള്ള മാലിന്യം, അവിടെ ബുദ്ധിയും മനസ്സും അവിടെ രണ്ടല്ല വാസ്തവത്തിൽ. ബുദ്ധിയിൽ മാലിന്യമുണ്ടെങ്കിൽ മനസ്സിലും മാലിന്യമുണ്ടാകും, മനസ്സിൽ മാലിന്യമുണ്ടെങ്കിൽ ബുദ്ധിയിലും മാലിന്യമുണ്ടാകും. അതാണ് ശാസ്ത്രമാചാര്യനും കൂടി സംസ്കരിക്കാത്ത ബുദ്ധിയിൽ. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക. അങ്ങനെ ശാസ്ത്രജ്ഞാനവും ആചാര്യൻ്റെ വാക്കുകളും കൂടി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ബ്രഹ്മാത്മാനുഭവം തെളിയാറില്ലൊരിക്കലും. അങ്ങനെയുള്ള ഒരാൾക്ക് ആത്മാനന്ദം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതിനാൽ നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ശാസ്ത്രജ്ഞാനം, അതിനുവേണ്ടിയാണ് നാം ഗുരു ഉപാസനയും ചെയ്യുന്നത്. അതാണ് ശാസ്ത്രമാചാര്യനും കൂടി. രണ്ടും വേണം നമുക്ക്, ശാസ്ത്രവും ആചാര്യനും. ശാസ്ത്രം നമ്മൾ പഠിച്ചില്ലേലും ആചാര്യനിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ ഒരു ശാസ്ത്രത്തിനേക്കാൾ ഉപരിയാണ്. വേണ്ടപ്പോൾ വേണ്ടതുപോലെ തിരുത്തലുകൾ ചെയ്യാൻ ആചാര്യന് കഴിയും. ശാസ്ത്രം അതിൽ എഴുതപ്പെട്ടത് മാത്രമാണ് നാം ഗ്രഹിക്കുന്നത്. എഴുതിയത് ഗ്രഹണശേഷിയും വ്യത്യസ്തമാണ് താനും. ശാസ്ത്രമാചാര്യനും കൂടി സംസ്കരിക്കാത്ത ബുദ്ധിയിൽ ബ്രഹ്മാത്മാനുഭവം ആത്മാനുഭവം അല്പം പോലും ഒരിക്കലും. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ, അതായത് ശാസ്ത്രം കൊണ്ടും ആചാര്യ സേവനം കൊണ്ടും നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആത്മാനുഭവം ഉണ്ടാവുകയില്ല. ആത്മാനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സദ്ഗ്രന്ഥപാരായണവും സദ്ഗുരുവിൻ്റെ അനുഗ്രഹവും കൂടിയേ കഴിയൂ. ശാസ്ത്രമാചാര്യനും കൂടി സംസ്കരിക്കാത്ത ബുദ്ധിയിൽ ബ്രഹ്മാത്മാനുഭവം തെളിയാറില്ലൊരിക്കലും. അതിനാൽ